ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ കറന്റ് എനർജിയും കറന്റ് സിറ്റുവേഷനും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജും നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കാണുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ കറന്റ് എനർജിയും നിങ്ങളുടെ സിറ്റുവേഷനും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസും. എന്താണ് നിങ്ങളുടെ കറന്റ് എനർജി? എന്താണ് നിങ്ങളുടെ കറന്റ് എനർജി? Temptation, authority, headache and loss, material and spiritual prosperity, patience, moving on. Conflict and fear. Okay. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതാണ്. ഈ ഒരു കാർഡ്സിന്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറ്റാതെ, ഡിസിഷൻ എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഒരു എനർജി ബേസ് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഡെവിൾ എനർജിയിലാണ്, അതായത് ഒരു നെഗറ്റീവ് എനർജിയിലാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ ഡൗൺ ആയിരിക്കുന്ന ഒരു എനർജിയാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി ഓവർ തിങ്ക് ചെയ്ത് എന്തൊക്കെയോ നഷ്ടങ്ങൾ വന്ന് എവിടേക്കോ പ്രതീക്ഷകളില്ലാതെ അങ്ങനെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളടുത്ത് ശരിക്കും യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ റിലേഷൻഷിപ്പ് ബേസ് ആണ് നിങ്ങൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതെങ്കിൽ, ഇങ്ങനെ ഭയങ്കര അലസതയിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ റിലേഷൻഷിപ്പ് ബേസ് നിങ്ങൾ ആലോചിച്ച് ഒന്നിനും കോൺസെൻട്രേറ്റ് കൊടുക്കാൻ പറ്റാതെ ഒക്കെ ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ തളർത്തുന്ന, നിങ്ങളുടെ എനർജി എല്ലാം ലോസ് ആക്കുന്ന അങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം എടുത്തു കളയുക, അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക എന്നാണ് നിങ്ങൾക്കിവിടെ യൂണിവേഴ്സ് തരുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. ഓക്കെ, നിങ്ങൾക്ക് ലോസ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ അത് ആലോചിച്ചിട്ട് നിങ്ങൾ ഭയങ്കര ടെൻസ്ഡ് ആണ്. ചിലപ്പം ചിലരുടെയെങ്കിലും എനർജിയിൽ നിങ്ങളുടെ ജോലി എന്തെങ്കിലും പോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാത്തതായിരിക്കാം, പ്രതീക്ഷിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു ഡ്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു ജോലി നഷ്ടമായതായിരിക്കാം. അങ്ങനെ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഫസ്റ്റ് തന്നെ വന്നത് ടെംപ്ടേഷൻ ആണ്, അതായത് ഡെവിൾ കാർഡ് ആണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നത്, നെഗറ്റീവ് വൈബ്രേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളായിട്ട് തന്നെ സ്വന്തം ഡൗൺ ആയിട്ട് ഇരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം ഇതിൽ നിന്നും റിക്കവർ ചെയ്യാവുന്നതാണ്. പിന്നെ ചിലരുടെയെങ്കിലും എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്നും ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറിയവരുണ്ട്. അതായത് ഈ സിറ്റുവേഷൻ മാറ്റി നിർത്തിയിട്ട് ആ ഒരു എനർജി മാറ്റിയിട്ട് നിങ്ങൾ പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് വന്നവരുണ്ട്. ആ സിറ്റുവേഷൻസിനൊക്കെ നിങ്ങൾ കളഞ്ഞിട്ടുണ്ടാകാം. റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികളെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. അതായത് സെൽഫ് ലവ് ചെയ്യാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. ചിലരുടെയെങ്കിലും കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായി കണക്ട് ആവുന്ന കാര്യങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങളിപ്പോ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബിസിനസ്സോ അല്ലെങ്കിൽ ജോലി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നഷ്ടം വന്നതാണെങ്കിൽ പോലും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളടുത്ത് ക്ഷമയോടെ കാത്തിരിക്കൂ. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട്
പെട്ടെന്ന് അത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എൻഡ് ആക്കേണ്ട കാര്യമില്ല. അതായത് അതിൽ റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല, എനിക്ക് ഇതിൽ വെറുതെ ഞാൻ എഫേർട്ട് എടുക്കുന്നേ ഉള്ളൂ, എനിക്ക് ഇതിലൊന്നും തന്നെ കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ക്ഷമയോടെ നിൽക്കൂ. നിങ്ങളുടെ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്കത് പാകമാണ് എന്ന് തോന്നുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതാണ്. ഓക്കെ, ചിലരെങ്കിലും സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരോ കാർഡ്സും കൂടി എടുത്തു നോക്കാം. ഓക്കെ, ഡെവിൾ കാർഡ് തിരിച്ചാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ഡെവിൾ കാർഡ് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ക്ലാരിഫിക്കേഷൻ നോക്കിയപ്പോൾ ഡെവിൾ കാർഡ് തിരിച്ചാണ് വന്നിട്ടുള്ളത്, റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ചിലരെങ്കിലും ഇതിൽ നിന്നും ഓക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ വ്യക്തികൾ എന്റെ ലൈഫിൽ വേണ്ട കാര്യമില്ല, ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട, ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്ക് പെയിൻ മാത്രമാണ്, അല്ലെങ്കിൽ എനിക്ക് നഷ്ടം മാത്രമാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടാത്ത എന്ത് തന്നെ കാര്യമായാലും അതിനെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാകാം. ഓക്കെ, ഇനി അങ്ങനെ ചെയ്യാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ഡെവിൾ കാർഡ് എന്ന് പറയുന്നത്, നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഡെവിൾ ബേക്കിൽ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരു ഡെവിൾ ബേക്കിലുണ്ട്, പക്ഷെ അവരുടെ കൈ രണ്ടും ഫ്രീ ആണ്. കഴുത്തിൽ മാത്രമാണ് ചെങ്ങല ഇട്ടിരിക്കുന്നത്. അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അവരുടെ ഈ രണ്ട് കൈയും വെച്ച് ആ ചെങ്ങല അഴിച്ചു മാറ്റി കളയാവുന്നതാണ്. പക്ഷെ ഓവർ തിങ്ക് ചെയ്ത് സ്വന്തമായി ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അവർ തന്നെ ഡൗൺ ആയിട്ട് ഇരിക്കുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാത്തവര്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാത്തവര്, സ്വന്തമായി ഉയർത്തെഴുന്നേൽക്കാത്തവർ അങ്ങനെ ചെയ്യേണ്ടതാണ്. ഓക്കെ, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ക്ലാരിഫിക്കേഷൻ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഒരു ഐഡിയ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എഫേർട്ട് എടുത്തിട്ട് അതിനൊരു റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കോടതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളിലൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അതിലൊന്നും നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ഒരു നല്ലതായിട്ടുള്ള ഒരു തീരുമാനം വരുന്നതാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ലവേഴ്സ് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ കൂടെ ഇപ്പോൾ റിലേഷൻഷിപ്പ് ബേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണ് കൂടുതൽ പേരും ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങൾക്ക് ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയല്ല. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ, ഓവറായിട്ട് നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങൾക്ക് നഷ്ടം മാത്രം, നിങ്ങൾക്ക് എപ്പോഴും പെയിൻ മാത്രം, നിങ്ങളെ മനസ്സിലാക്കാത്തൊരു വ്യക്തി, നിങ്ങൾക്ക് വാല്യൂ തരാത്തൊരു വ്യക്തി, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിന്റെ കാര്യത്തിലാണ്. അതിപ്പം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾ എന്തു തന്നെ ആയാലും, നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സുകളാണെങ്കിലും, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആണെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനത്തെ ആളുകൾ നിങ്ങൾക്ക് സ്യൂട്ട് അല്ല, നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ആളുകളല്ല അത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ആഗ്രഹിച്ചു വരുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ നിന്ന് എന്തെങ്കിലും ഒക്കെ നേടാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളായിരിക്കാം ഇത്. സോ അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, നൈറ്റ് ഓഫ് സോർട്സ്, 4 ഓഫ് സോർട്സ് റിവേഴ്സ്ഡ് ആണ്, രണ്ടും റിവേഴ്സ്ഡ് ആണ്. ടെമ്പറൻസ്. ഓക്കെ, നിങ്ങൾക്ക് ചിലരെങ്കിലും ഇതിൽ നിന്നും മൂവ് ഓൺ ആയിട്ടുണ്ട്. അവർ സ്വന്തമായിട്ട് സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആ കുടുങ്ങി കിടന്നിട്ടുള്ള ആ ഒരു എനർജിയിൽ നിന്നും സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ച്, നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത്, നിങ്ങൾ തന്നെ ഉയർത്തെഴുന്നേറ്റ ഒരു അവസ്ഥ കാണുന്നുണ്ട്. ചിലരെങ്കിലും ആ ഒരു ആത്മധൈര്യം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു റീസണും ഇല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളിലും മടി കാണിക്കുന്നവരെ കാണുന്നുണ്ട്, അതായത് അലസത കാണിക്കുന്നവരുണ്ട്. ആ ഒരു അലസത നിങ്ങൾ മാറ്റി വെക്കുക. കാര്യം നിങ്ങൾക്ക് വരുന്ന സക്സസുകൾ നിങ്ങൾ തന്നെ തടഞ്ഞു നിർത്തുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് ചേഞ്ചുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാ, യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും തരാൻ വേണ്ടി തയ്യാറാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ നേരത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് റിസൾട്ട് കിട്ടുന്നില്ല, അതിപ്പോ റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോലി ആണെങ്കിലും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് വരുന്നുണ്ടാകും. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം കുറച്ചും കൂടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും. ഓക്കെ, ടെമ്പറൻസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതാണ്. നിങ്ങളുടെ എനർജി ഒന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ഷമയോടെ ഇരിക്കുക. റിസൾട്ട് കാത്തു നിൽക്കുന്നവർ ക്ഷമയോടെ ഇരിക്കുക, കാത്തു നിൽക്കുക. ഓക്കെ, ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.